പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തുൽ സകാത്ത് കേരളയും ചേർന്ന മുണ്ടക്കയത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെയും സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നൽകിയ ഓട്ടോറിക്ഷയുടെയും സമർപ്പണ പരിപാടി കൃപ ഓഡിറ്റോറിയത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ ഷമീർ ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തുൽ സകാത്ത് കമ്മിറ്റിയും ചേർന്ന മുണ്ടക്കയത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കൊരാൾക്ക് ഒരു ധനസഹായം ചെയ്യണം അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈ പണമൊക്കെ കയ്യിൽ കരുതി ആ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇങ്ങനെ സക്കാത്തൊക്കെ കൊടുക്കുന്ന ആളുകളുടെ പള്ളികളിലൊക്കെ ചെന്ന് ഈ സക്കാത്ത് പണം ഏറ്റവും അർഹരായ ഒരാളെ കണ്ടെത്തി നൽകണം എന്ന് പറഞ്ഞ് കയ്യിൽ സൂക്ഷിച്ചു വെച്ച് അത് റംസാൻ മാസത്തിലേക്ക് പ്രധാനപ്പെട്ട ആളിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നതിന് കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി നമ്മുടെ പള്ളികൾ നോക്കത്താൽ ഒരു താളിൽ ഇങ്ങനെ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് ഒരു വർഷത്തിൽ വന്ന് അതൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ 100 മീറ്റർ ചുറ്റുവട്ടത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ആവശ്യമുള്ള ആളുകൾ നമ്മളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ പ്രതിനിധി സഭാംഗം കെ എ യൂസഫ് ഉമരി സന്ദേശം നൽകി. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ മാത്യു, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അയ്യൂബ് ഖാൻ ഭവനത്തിന്റെയും ഓട്ടോറിക്ഷയുടെയും താക്കോൽ കൈമാറി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബൈത്തുൽ സകാത്ത് മുണ്ടക്കയം കമ്മിറ്റി ചെയർമാൻ പി കെ അഷറഫ്, ജമാഅത്ത് ഇസ്ലാമി ഏരിയ സെക്രട്ടറി അൻസാരി എന്നിവർ താക്കോൽ ഏറ്റുവാങ്ങി. മുണ്ടക്കയം ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുറഊഫ് മൗലവി, മഹല്ല് പ്രസിഡന്റ് അബു ഉബൈദത്ത്, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ടി എസ് റഷീദ്, സകാത്ത് ക്യാമ്പയിൻ ജില്ലാ കൺവീനർ എം എസ് എ റസാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് വി എം എ കലാം സ്വാഗതവും ജില്ലാ സെക്രട്ടറി കെ പി മുഹമ്മദ് അലി സമാപനവും നിർവഹിച്ചു.